ലോകത്ത് മുസ്ലിമീങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ആഘോഷിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തുൽ യൂനുസ് 58-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ദാലിക ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഫള് കൊണ്ടും റഹ്മത്ത് കൊണ്ടും സന്തോഷിക്കുന്നതിന് ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ് ഫള്, എന്താണ് റഹ്മത്ത് എന്നത് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിലുപരി റഹ്മത്ത് എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നുള്ളതായ ഖുർആനിൻ്റെ ആയത്ത് കൊണ്ട് തന്നെ, സൂറത്തുൽ അംബിയായിലെ ആയത്ത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തരുന്നുണ്ട്. ഇതിനു പുറമെ എന്താണ് ഫള്, എന്താണ് റഹ്മത്ത് എന്നതിനെ കുറിച്ച് ഇമാം ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റൂഹുൽ മആനി എന്നുള്ളതായ ഗ്രന്ഥത്തിലൂടെ വ്യക്തമാക്കുന്നു, ഇന്നൽ ഫളല അൽ ഇൽമു വർ റഹ്മത അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫള് എന്ന് പറഞ്ഞാൽ അത് ഇൽമാകുന്നു, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നും പറയുന്നു. അതുപോലെ തന്നെ ദുർറുൽ മൻസൂർ എന്നുള്ള ഗ്രന്ഥത്തിലും ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കുന്നു, ഫളലുല്ലാഹി അൽ ഇൽമു വ റഹ്മത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് റഹ്മത്ത് എന്ന്. ഇത് മാത്രമല്ല, റാസി, ബഹ്റുൽ മുഹീത്ത് തുടങ്ങിയതായ ഗ്രന്ഥങ്ങളിലും വിശ്വവിഖ്യാതമായ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം അത് അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ വ്യാഖ്യാനം നൽകുകയാണ്. ഇതിനു പുറമെ ചില പുത്തനാശയക്കാർ റഹ്മത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലല്ലോ, അത് ഖുർആൻ എന്നാണെന്ന് തഫ്സീറുകൾ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ വിശ്വാസത്തെ തകർച്ച ചെയ്യുന്നതായ, കൊള്ള ചെയ്യുന്നതായ സന്ദർഭം നാം കാണുന്നുണ്ട്. എന്നാൽ തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധമായ ഖുർആനിൻ്റെ പൂർണ്ണമായ അർത്ഥമല്ല തഫ്സീറിലൂടെ വ്യാഖ്യാനിക്കുന്നത്. ഏതൊക്കെ മഅനകൾ മുഹാലാകാത്ത നിലയ്ക്ക് വരുന്നുണ്ടോ അതെല്ലാം ഖുർആനിൻ്റെ ആശയങ്ങളാണ്, അതെല്ലാം ഖുർആനിൻ്റെ തഫ്സീറുകളാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായി പറയുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിനു പുറമെ നമുക്ക് ഹദീസുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. സുഅലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കുൻതു ഉലിത്തു ഫീഹി, ഞാൻ ഈ ദിവസത്തിലാണ് ജനിച്ചത് എന്ന് പറയുന്നു. ഈ ഒരു സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് അൽ മദ്ഹൽ എന്നുള്ളതായ ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഒരു ദിവസം, ആ ഒരു ദിവസത്തെ നമ്മൾ ശ്രേഷ്ഠമാക്കൽ നമുക്ക് അനിവാര്യമാണ്. ഏതുപോലെ ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. ആ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം കൊണ്ടാണ് പരിശുദ്ധമാകുന്ന റമദാൻ മാസത്തിന് മുഴുവനും ശ്രേഷ്ഠത ലഭിക്കുന്നതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങുന്നതിന് കാരണക്കാരനായ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായ രാത്രിയുള്ള ദിവസമാണ് റബീഉൽ അവ്വൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വയംബഗി അൻ നഹ്തരിമഹു ഹഖൽ ഇഹ്തിറാമി വനുഅള്ളിമഹു ബിമാ ഫളലല്ലാഹു ബിഹി. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മാസത്തെ ആദരിച്ചതുപോലെ ഈ മാസത്തെ നാമും ആദരിക്കുകയും വണ്ണമാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് ഇമാം ഇബ്നുൽ ഹാജർ റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായി പറയുകയാണ്. ഇതിനു പുറമെ പണ്ഡിത ഉദ്ധരണികളിലേക്ക് നോക്കുകയാണ് എങ്കിൽ നമുക്കറിയാം, ധാരാളം പണ്ഡിതന്മാർ ഇത് സുന്നത്താണ് എന്നും സുന്നത്ത് ഹസൻ ബിദഅത്ത് ഹസനത്താണ് എന്നും ഇത് ചെയ്യുന്നതിലൂടെ കൂലിയും പ്രതിഫലം ലഭിക്കുമെന്നുള്ളതായ വിശ്വവിഖ്യാതമായ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അതിനു പുറമെ ഇമാം ഖസ്തലാനി റഹ്മത്തുള്ളാഹി അലൈഹി
ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മക്ക നിവാസികളുടെ ജോലി, മക്ക നിവാസികൾ റബീഉൽ അവ്വൽ 12 കഴിഞ്ഞാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതായ സ്ഥലം സന്ദർശിക്കുകയും അവിടെ നിന്ന് അവരെ മൗലിദ് കഴിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്.